ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ബ്രെഡ് പോക്കറ്റാണ്. സാൻഡ്വിച്ചിൻ്റെയൊക്കെ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം തന്നെ അതിനു വേണ്ടി കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ ബ്രെഡിനെ വലിപ്പത്തിനനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്യുക, അതല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ അരികുവശം ഇങ്ങനെ മാറ്റി കൊടുക്കുക. അത് നമുക്കിതിലേക്കുള്ള ബ്രെഡ് ക്രംസ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരികിൽ കുറച്ച് ഒക്കെ ഉള്ളതൊക്കെ ഇതുപോലെയാണ് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എത്ര എണ്ണം വേണോ അത്ര എണ്ണം ഇങ്ങനെ അടപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ റൗണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 മുട്ട വേണം. അപ്പോൾ എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ട എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ കോട്ടിങ്ങിലും കൂടെ ഒരു ചെറിയ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും കുരുമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബ്രെഡ് വെറുതെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തയ്യാറാക്കി വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, ഇത് ഈ മുട്ടയിലൊന്ന് മുക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ അരികു വശമൊക്കെ മുക്കിയിട്ട് അതേപോലെ തന്നെ 2 സൈഡും മുക്കി കൊടുക്കുക. ഉൾവശം ഇതിൽ മുക്കി കൊടുക്കരുത്, അപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കൈമലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ ഞാൻ കുറച്ച് ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മുക്കി പൊരിക്കുക തന്നെ വേണം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചട്ടകം കൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഞാൻ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഉൾവശത്ത് മുട്ടൻ്റെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഒരു പോക്കറ്റ് പോലെ ഉണ്ടാവില്ല, ഫുള്ളായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഉൾവശത്ത് ഈ മുട്ടയുടെ മിക്സ് ആക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുട്ടയിൽ കോട്ട് ചെയ്ത് കൊടുക്കുക. സൈഡ് വശത്തൊക്കെ ഏതെങ്കിലും ഭാഗത്ത് ആവാത്തതുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ മുക്കി കൊടുക്കണം. അപ്പോൾ ഇത് പല ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫില്ലിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇതിൽ മയോണൈസൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫില്ലിങ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ സമൂസ, കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കണ ആ ഫില്ലിങ് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഗാർലിക് സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ വെള്ള കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ കുറവ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാലോ, ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ സമയം വരെ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല തിക്നെസ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ബ്രെഡ് പോക്കറ്റൊക്കെ ഞാൻ ഇതുപോലെ നടുവിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യണ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. ഞാനത് റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്യാതെയാണ് വീഡിയോ എടുത്തത്. പിന്നെയാണ് ശ്രദ്ധിക്കുന്നത്
റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഗാർലിക് സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്, ക്യാരറ്റ്, പിന്നെ സവാള, പിന്നെ കുക്കുംബർ, പിന്നെ ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലുള്ള ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഗാർലിക് സോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് ഇത് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് ഈ വെജിറ്റബിൾസിലൊക്കെ കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇതിലേക്ക് ഗാർലിക് സോസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബ്രെഡ് പോക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിൽ അധികമൊന്നും ഹോളില്ല എന്ന് വിചാരിക്കും, പക്ഷേ ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യത്തിന് ഫില്ലിങ് ഇതിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ കുട്ടികൾക്ക് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഹോള് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതിൽ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സോസ് എല്ലാവർക്കും ഒന്നും വേണ്ടാത്തതുകൊണ്ട് എല്ലാത്തിലും സോസ് വെച്ച് കൊടുക്കണില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് കാണാനൊരു ഭംഗിയില്ലാതെ തോന്നിയപ്പോൾ ഞാൻ തൽക്കാലം 2 മാത്രം ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് ഈ ടൊമാറ്റോ സോസ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിയും വേണ്ടേ, അപ്പോഴല്ലേ എല്ലാവർക്കും അതൊരു കാണാനും ഒരു തോന്നലുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.